പൊന്നാനി നഗരസഭയും ദേശീയ നഗരാരോഗ്യ മിഷനും സംസ്ഥാന ആർദ്ര കേരള മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പള്ളപ്പുറം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നാനി നഗരസഭയിലെ മൂന്നാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണ് പള്ളപ്പുറം സെന്ററിൽ ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സെന്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കോവിഡ് കാലം ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളം മാതൃകാപരമായി ഇടപെടാൻ സാധ്യമാക്കിയത് ജനകീയ ആസൂത്രണ കാലത്ത് 96-ൽ ആരംഭിച്ച 9ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതിയായി അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരുടെ നേതൃത്വത്തിൽ നമ്മുടെ പൊന്നാനിയിലെ MLA ആയി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് തുടങ്ങിവെച്ച ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കാനായി തീരുമാനമെടുത്തത്. അവിടെ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരുൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായ മരുന്ന് കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ആ ഗവൺമെൻറ് കേരളത്തെ മികച്ച രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജീഷ് ഉപ്പാല, ഒ ഷംസു, ടി മുഹമ്മദ് ബഷീർ, കൗൺസിലർമാരായ VP സുരേഷ്, ഗിരീഷ് കുമാർ, താലൂക്ക് ആശുപത്രി PRO സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർ, ആശാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ സ്വാഗതവും ഡോക്ടർ റംല നന്ദിയും പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.